എന്ത് വില കൊടുത്തും ഇസ്രായേൽ ഞങ്ങൾ തീർക്കും. അതിനി എത്ര നേതാക്കൾ മരിച്ചാലും എത്ര കുട്ടികൾ മരിച്ചാലും ഹിസ്ബുള്ളയുടെ കലിപ്പ് ഒരിക്കലും അവസാനിക്കില്ല. ഇസ്രായേലിന്റെ തുടരാക്രമണത്തിൽ സ്വന്തം സൈന്യത്തെ നഷ്ടമാകുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ബെറൂട്ടിലെ ഹിസ്ബുള്ള ആക്രമണത്തിൽ വീണ്ടും ഒരു സൈനികൻ കൂടി കൊല്ലപ്പെടുകയാണ്. നിലവിൽ സൈനികരില്ലാതെ വലയുന്നൊരു അവസ്ഥയാണ് ഇസ്രായേലിനുള്ളത്. ആ ഒരു പ്രതിസന്ധിക്ക് നെതന്യാഹു ഏറ്റവും വലിയ ആശങ്ക പ്രകടിപ്പിക്കുന്നുമുണ്ട്. മാത്രമല്ല, ബെറൂട്ടിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ തിരിച്ചടി നൽകുമെന്ന് ഹിസ്ബുള്ളയുടെ ഷെയ്ഖ് ഹസീം പ്രതിജ്ഞ എടുത്തിട്ടുമുണ്ട്. വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയാണ് ഇപ്പോൾ ഇസ്രായേലിനുണ്ടാകുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും കൂടുതൽ പരാജയത്തിലേക്ക് നീങ്ങി കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ വാർത്തയിലുണ്ടായിരുന്നു, സൈനികരില്ല, നിർബന്ധിത സൈനികരെ അവരെടുക്കുകയാണ്. അതായത് ജൂതന്മാരെ സൈനികരായിട്ട് നിർബന്ധിച്ച് എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹിസ്ബുള്ളയുടെ തന്ത്രപ്രധാനപരമായിട്ടുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അവിടുത്തെ ജനങ്ങളെയല്ല ലക്ഷ്യം വെക്കുന്നത്, പകരം അവരുടെ സൈനികരെയാണ്. ഇനി റിക്രൂട്ട് ചെയ്യാനും അതും കഴിയില്ല. കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചെങ്കടലിൽ ഹൂത്തികൾ നടത്തുന്ന ആക്രമണം അവരെ വളരെയധികം പ്രയാസപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ഒരു റിക്രൂട്ട്മെന്റ് വഴി അല്ലെങ്കിൽ സൈനികരെ ഇങ്ങോട്ടേക്ക് കൊണ്ടെത്തിക്കാനും ഉള്ള സാഹചര്യം നിലവിലില്ല. മാത്രമല്ല, മറ്റു രാജ്യങ്ങൾ തങ്ങളുടെ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ തങ്ങളുടെ രാജ്യത്ത് നിന്നുള്ള ആളുകളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനും അല്ലെങ്കിൽ സൈനിക സഹായത്തിനും മടിക്കുന്നുണ്ട്. കാരണം ഈ അവിടുത്തെ സൈനികർ ഏകദേശം പൂർണ്ണമായിട്ടും ഇല്ലാതാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നിരിക്കുന്ന ആ ഒരു സംഭവം നിലനിൽക്കുകയാണ്. മറ്റുള്ള രാജ്യങ്ങളിലുള്ള സൈനികരെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാത്തത്. തെൽ അവീവിനെ ലക്ഷ്യമിടാൻ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അതായത് ഈ ഷെയ്ഖ് ഹസീം പറഞ്ഞിരുന്നു, ഒരു നീണ്ട സങ്കടത്തിന് ശേഷം സംഘം തയ്യാറാണെന്നാണ് ഈ ഹിസ്ബുള്ള അറിയിച്ചിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തെ ചെറുക്കാനും ലെബനാനെ പ്രതിരോധിക്കാനും ഹിസ്ബുള്ള പ്രതിജ്ഞാബദ്ധരാണ്. ഈ സംഘം ഗസയെ പിന്തുണയ്ക്കുകയും വെടിനിർത്തൽ ചർച്ചകളിൽ ഇസ്രായേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഏതെങ്കിലും വ്യവസ്ഥകൾ നിരസിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഷെയ്ഖ് ഹസീമിന്റെ പ്രസ്താവനകൾ നിലവിലുള്ള സംഘർഷങ്ങളിൽ ഹിസ്ബുള്ളയുടെ നിലപാടിനെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇസ്രായേൽ നടപടിക്കെതിരെയുള്ള തീരുമാനത്തിൽ അവർ ഉറച്ചു നിൽക്കുകയാണ്. അതായത് എന്ത് വന്നാലും ശരി തന്നെ, ഇനി ഞങ്ങൾ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല. കാരണം അത്രയേറെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും ഞങ്ങളുടെ സ്ത്രീകളെയും ഞങ്ങളുടെ മറ്റാളുകളെ എല്ലാം മനുഷ്യരെ എല്ലാം തീർത്ത് കളഞ്ഞിരിക്കുന്ന ഇസ്രായേലിൻ്റെ ഈ നടപടിയിൽ ഞങ്ങൾ ഇനി പിന്നോട്ടില്ല. അതുകൊണ്ട് തന്നെ എത്ര നേതാക്കൾ വന്നാലും എത്ര രക്തച്ചൊരിച്ചിലുകൾ നടന്നാലും സ്വന്തം ജീവൻ പോയാലും ഇസ്രായേലിനെ തീർക്കാതെ ഞങ്ങൾ ഇല്ല, പുറകോട്ടില്ല എന്നുള്ള നിലപാട് തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുള്ള എടുത്തിരിക്കുന്നത്. ഇതേ നിലപാടിൽ തന്നെയാണ് ഇറാനും അവർക്കൊപ്പം നിൽക്കുന്നത്. ഇറാൻ പോയി കഴിഞ്ഞാൽ ചൈന നിൽക്കുന്നുണ്ട്, ഉത്തര കൊറിയ നിൽക്കുന്നുണ്ട്, വലിയ രീതിയിലുള്ള ഒരു ആണവായുധമുള്ള ഒരു സപ്പോർട്ട് നിൽക്കുന്നുണ്ട് റഷ്യ. അതായത് റഷ്യയുടെ വലിയ രീതിയിലുള്ള ആക്രമണവും ഒരു പക്ഷേ വലിയ രീതിയിൽ പോയി കഴിഞ്ഞാൽ അവർ നേരിടേണ്ടി വരും. ഹിസ്ബുള്ളയുടെ ലക്ഷ്യങ്ങളോടുള്ള പ്രതിബദ്ധത വ്യക്തമാണ്. ഈ റഷ്യയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ അമേരിക്കയുമായിട്ടുള്ള, അതായത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ആ ഒരു വൈരാഗ്യം ഇപ്പോൾ മുറുകുകയാണ്. കാരണം യുക്രൈനെ സഹായിച്ച് യുക്രൈൻ്റെ അടുക്ക പറഞ്ഞുകൊണ്ട് യുക്രൈന് ആയുധം കൊടുത്തുകൊണ്ട് അമേരിക്ക നടത്തുന്ന ഒരു കുതന്ത്രം എന്ന് വേണമെങ്കിൽ പറയാം. അതിനിടെ റഷ്യ വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകും. ആ റഷ്യ ഇവരോടൊപ്പം നിന്നുകൊണ്ട് തന്നെ അമേരിക്കയെ ചേർത്ത് നിൽക്കാൻ അല്ലെങ്കിൽ അമേരിക്കയെ ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇസ്രായേലിനെ തീർക്കുമെന്നതിൽ സംശയമില്ല. ഇനി അവരുടെയും സഖ്യകക്ഷികളുടെയും, അതായത് ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ഈ ഹിസ്ബുള്ളയുടെയും സഖ്യകക്ഷികളുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ ലക്ഷ്യമിടുന്നുണ്ട്. ഇരുവിഭാഗവും സംഘർഷ സാധ്യതയുള്ള സാഹചര്യം ഒരുക്കുന്നതിനാൽ സംഘർഷാവസ്ഥ തുടരുകയാണ്. ഹിസ്ബുള്ളയുടെ പ്രവർത്തനങ്ങൾ പലരും സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്നു. മേഖലയിൽ ഗ്രൂപ്പിന്റെ സ്വാധീനം വളരെ വലുതാണ്. അവരുടെ തീരുമാനങ്ങൾ വിശാലമായ മിഡിൽ ഈസ്റ്റ് ചലനാത്മകതയെ സ്വാധീനിച്ചേക്കാം. അന്താരാഷ്ട്ര സമൂഹം ഈ സംഭവ വികാസങ്ങൾ ആശങ്കയോടെയാണ് നിരീക്ഷിക്കുന്നത്. തിരിച്ചടിക്കുമെന്ന് ഷെയ്ഖ് ഹസീമിന്റെ വാഗ്ദാനം സ്ഥിതിഗതികളുടെ ഗൗരവം വ്യക്തമാക്കുന്നുമുണ്ട്. ഇരുപക്ഷവും കൂടുതൽ ഏറ്റുമുട്ടലുകൾക്ക് തയ്യാറെടുപ്പിലാണ്. അതായത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പുതിയതായിട്ട് നേതാവ് വന്നു എന്ന് പറഞ്ഞിട്ട് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം നടത്തിയേക്കാം എന്ന് പറഞ്ഞ് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തി. പക്ഷേ ഇസ്രായേലിന് ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അന്ന് സംഭവിച്ചത്. കാരണം ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കിടപ്പ് മുറി വരെ തകർക്കുന്ന രീതിയിലേക്ക് ഹിസ്ബുള്ളയുടെ ഡ്രോൺ ആക്രമണം എത്തിക്കഴിഞ്ഞു. രണ്ടാമത് വീണ്ടും ഈ ഹസീം ഒരു തീരുമാനവും കൂടി എടുത്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ പിന്നോട്ടില്ല, ഇനി ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറയുന്ന കടുത്ത നിലപാടെടുക്കുമ്പോൾ ഹിസ്ബുള്ളയുടെ തന്ത്രങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. കാരണം അവർ അത്ര പ്ലാനിങ്ങോടുകൂടിയാണ് ഇസ്രായേലിലേക്ക് ഓരോ അമ്പുകളും അല്ലെങ്കിൽ ഓരോ മിസൈലുകളും തൊടുത്തുവിടുന്നത്. ഇനി പറയട്ടെ, ഈ ഇസ്രായേൽ സൈന്യം തന്നെ അവിടെ എന്താ പറയുക, ഒരു വഴിപോക്കനെ പോലെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ്.
നെതന്യാഹുവിൻ്റെ ബെഡ്റൂമിൽ വന്ന് വീഴുന്ന മിസൈൽ അവർ കണ്ടില്ല, അവരുടെ ഭാഗത്തു നിന്ന് പിഴ പറ്റിയെന്ന് പറയുന്നു. ബാങ്കറിൻ്റെ അടുത്തേക്ക് വീഴുന്ന ഡ്രോൺ അവർ കണ്ടില്ല, അവർക്ക് അതിലൊരു വീഴ്ച പറ്റിയെന്ന് പറയുന്നു. ഇനി വിമാനത്താവളത്തിൽ ഒരു ആക്രമണം നടക്കുന്നു, അതായത് ഒരു ബോംബ് സ്ഫോടനം നടക്കുന്നു, അവിടെയും ഇവർ കണ്ടില്ല എന്ന് പറയുന്നു. അവിടുത്തെ സൈനികരുടെ അവസ്ഥ വളരെ പരിതാപകരമാണ്. കാരണം ഒന്നും അറിയാതെ, തോക്കുപോലെ നേരെ ചൊവ്വയെ പിടിക്കാനറിയാത്ത ആളുകളെ പിടിച്ച് സൈനികരായിട്ട് നിർത്തുന്ന ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ മാറിയിട്ടുണ്ട്. ഇനി ഈ പിരിമുറുക്കങ്ങളുടെ ഫലം ഈ വ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കുമെന്നും പറയുന്നുണ്ട്. ഹിസ്ബുള്ളയുടെ നിലപാട് ഇസ്രായേൽ നയങ്ങൾക്കെതിരായ ദീർഘകാല നിലപാടിനെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഗസ ഗ്രൂപ്പിൻ്റെ പിന്തുണ അതിൻ്റെ വിശാലമായ തന്ത്രത്തിൻ്റെ ഭാഗമാണ്. ഇസ്രായേലിൻ്റെ നടപടികളെ വെല്ലുവിളിക്കാനും മേഖലയിൽ തങ്ങളുടെ സ്വാധീനം ഉറപ്പിക്കാനുമാണ് അവർ ലക്ഷ്യമിടുന്നത്. ഇപ്പോൾ നടക്കുന്ന സംഘർഷം ലോകമെമ്പാടും ശ്രദ്ധ ആകർഷിക്കുകയാണ്. അതായത് ശ്രദ്ധ ആകർഷിക്കുകയാണെന്ന് മാത്രമല്ല, പശ്ചിമേഷ്യ പേടിച്ചു വിറയ്ക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പല രാജ്യങ്ങളും സമീപനവും സംഭാഷണവും ആവശ്യപ്പെടുന്നുണ്ട്. എന്നിരുന്നാലും ഇരുപക്ഷവും ഉറച്ച നിലപാടുകൾ പുലർത്തുന്നതിനാൽ സമാധാനത്തിലേക്കുള്ള പാത അനിശ്ചിതത്വത്തിലാണ് നിൽക്കുന്നത്. ഇനി നീണ്ടു നിൽക്കുന്ന ചെറുനിൽപ്പിനുള്ള ഹിസ്ബുള്ളയുടെ സന്നദ്ധത വെല്ലുവിളി നിറഞ്ഞ പാതയെ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ പ്രാദേശിക ചലനാത്മകത രൂപപ്പെടുന്നതും തുടരുന്നുണ്ട്. ഈ സാഹചര്യം എങ്ങനെ സംഭവിക്കുമെന്ന് നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. ഇതിനിടയിൽ തന്നെ ഗസയിൽ അപൂർവ സന്ദർശനം നടത്തി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും എത്തുന്നുണ്ട്. യുദ്ധം അവസാനിക്കുന്നതോടെ ഹമാസ് ഇനി ഒരിക്കലും ഫലസ്തീൻ ഭരിക്കില്ല എന്നാണ് നെതന്യാഹു പറയുന്നതെങ്കിൽ ആ നെതന്യാഹുവിൻ്റെ വാക്കുകളെ പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഹിസ്ബുള്ള അവരുടെ നിലപാട് അറിയിക്കുന്നത്. ഇസ്രായേൽ സായുധ സേന ഹമാസിന്റെ സൈനിക ശേഷി പൂർണ്ണമായി നശിപ്പിച്ചെന്ന് പറഞ്ഞ നെതന്യാഹു ഹമാസിനെ ഉന്മൂലനം ചെയ്യുമെന്ന തന്റെ സത്യപ്രതിജ്ഞ ആവർത്തിക്കുകയും ചെയ്തു. യുദ്ധകുപ്പായവും ബാലിസ്റ്റിക് ഹെൽമെറ്റും ധരിച്ച് ഗസയിലെത്തിയ നെതന്യാഹു ഹമാസ് മടങ്ങി വരില്ല എന്ന് ഉറപ്പിച്ച് പറയുകയും ചെയ്തു. ഗസയിൽ കാണാതായ 101 ഇസ്രയേലി ബന്ദികൾക്കായുള്ള തിരച്ചിൽ തുടരുമെന്നും ബന്ദികളാക്കപ്പെട്ട ഓരോ വ്യക്തിക്കും $5 മില്യൺ പ്രതിഫലം നൽകുമെന്നും നെതന്യാഹു അറിയിച്ചിട്ടുണ്ട്. ഇതെല്ലാം അറിയിക്കുമ്പോഴും ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതികൂലം ഈ ബെഞ്ചമിൻ നെതന്യാഹു നേരിടുന്നുണ്ട്. കാരണം അവിടുത്തെ ജനങ്ങളെല്ലാവരും ഈ ബെഞ്ചമിൻ നെതന്യാഹുവിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വലിയ പ്രശ്നം അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. എന്നിരുന്നാലും ഇത്രയൊക്കെ പറയുമ്പോൾ വലിയ രീതിയിലുള്ള യുദ്ധത്തിലേക്ക് തന്നെ ചുവട് വയ്ക്കുകയാണ് ഹിസ്ബുള്ള. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അവർ വളരെ വളഞ്ഞ വഴിയിൽ കൂടിയൊക്കെയാണ് ഡ്രോൺ ആക്രമണം നടത്തുന്നത്. ഇതൊക്കെ വന്ന് പതിക്കുന്നത് നെതന്യാഹു നിൽക്കുന്ന 20 മീറ്ററിൻ്റെ അകലെയും 100 മീറ്ററിൻ്റെ അകലെയൊക്കെയാണ്. അപ്പോൾ വലിയ രീതിയിലുള്ള പ്രശ്നം അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി ഇപ്പോൾ തന്നെ ഇസ്രായേൽ നേരിടുന്നുണ്ട്. അതുകൊണ്ട് അവർക്കും ചെറിയ ഭയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, അവിടെ സൈനികർ ഇപ്പോൾ വളരെയധികം കുറഞ്ഞു. അവിടെ സൈനികരില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് അവർക്ക് ഏറ്റവും കൂടുതൽ വീഴ്ച പറ്റിയെന്ന് പറയുന്ന സംഭവം.